പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു വീക്കെൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരാഴ്ച വട്ടം നാം ഓരോരുത്തരും ആയിരുന്ന ഇടങ്ങളിൽ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ ഓരോരുത്തരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. നെഹമ്യ ചാപ്റ്റർ 2 വേഴ്സ് 18 നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല വേലയ്ക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ച് നമുക്കേവർക്കും പരിചിതമാണ്. അർത്തഹ്ശഷ്ടാ രാജാവിൻ്റെ പാനപാത്രവാഹകനായി ശൂശൻ രാജധാനിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ഹനാനിയും മറ്റു ചില യഹൂദ പുരുഷന്മാരും തന്നെ കാണാൻ വന്നപ്പോൾ താൻ വളരെ ആഗ്രഹത്തോടെ തൻ്റെ ദേശത്തെയും ആലയത്തെയും പട്ടണത്തെയും കുറിച്ച് ചോദിച്ചപ്പോൾ കേട്ട വാർത്ത തന്നെ സങ്കടപ്പെടുത്തി. അങ്ങനെ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി തൻ്റെ വേല ചെയ്യുമ്പോൾ നിത്യം കണ്ടുകൊണ്ടിരുന്ന രാജാവ് വിവരം തിരക്കുകയും കാര്യം രാജാവിനെ ഉണർത്തിക്കുകയും രാജാവിനോട് പറഞ്ഞതനുസരിച്ച് രാജാവ് വേണ്ട അനുമതി നൽകി, കത്ത് നൽകി. മാത്രമല്ല, ആലയത്തിനും കോട്ടയ്ക്കും താൻ പാർക്കാൻ പോകുന്ന ഭവനത്തിനും വേണ്ട മരങ്ങൾക്കാവശ്യമായിട്ടുള്ള അനുവാദം അന്നത്തെ ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ള ആസാഫിന് കത്ത് നൽകി. ഇതാ നെഹമ്യാവിനെ യാത്ര അയക്കുന്നു. അങ്ങനെ നെഹമ്യാവ് രാജാവിൻ്റെ അനുവാദത്തോടെ എല്ലാവിധ സഹായത്തോടെ യെരുശലേമിലെത്തി 3 ദിവസം പാർത്തതിന് ശേഷം ഇതാ ചുരുക്കം ചിലരുമായി രാത്രിയിൽ വളരെ ത്യാഗോജ്ജലമായ അവസ്ഥയിൽ കൂടെ യെരുശലേമിനെ, പട്ടണത്തെ, ആലയത്തെ, തൻ്റെ പാളയത്തെ നോക്കിക്കാണുകയാണ്. എത്രയോ വേദനാനിർഭരമായ അവസ്ഥ. താൻ പോയ വാഹന മൃഗത്തിനു പോലും മുൻപോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു, എന്തിനാണ് ദൈവം തന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് അതുവരെ ആരോടും പറഞ്ഞില്ല. എന്നാൽ ഈ കാഴ്ച തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും തുടർന്ന് പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞ വാക്കുകളാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ അതിന് പ്രതിവചിച്ചതുമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ട നെഹമ്യാവ് 2:18. ഒന്നാമതായിട്ട് പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ശനിയാഴ്ച അതിരാവിലെ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോടായി പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നാം അനേക കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തണമെന്നില്ല, വിജയിക്കണമെന്നില്ല.
നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ 50% പോലും എത്തണമെന്നില്ല. എന്നാൽ നെഹമ്യാവ് ഇപ്പോൾ ഇറങ്ങിയതുപോലെ 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്റെ ദേശത്തെ ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെ ഉള്ളിന്റെ വേദനയോടെ, ഉള്ളിന്റെ ഭാരത്തോടെ, പ്രതികൂലങ്ങൾ തന്റെ മുൻപിൽ ഒത്തിരി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വേദനയുമില്ലാതെ രാജധാനിയിൽ സ്വസ്ഥമായി ജോലി ചെയ്തിരുന്ന ഈ മനുഷ്യൻ സകല വേദനകളും ഏറ്റെടുക്കുവാൻ തയ്യാറായി. നാം 2-ാം അധ്യായത്തിന്റെ 8, 9 തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുവൻ യഹൂദന് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നത് സൻബല്ലത്തും തോബിയാവും കേട്ടപ്പോൾ അനിഷ്ടമായി. മറ്റുള്ളവരുടെ അനിഷ്ടവും സമ്പാദിച്ചുകൊണ്ട് പെരുമ്പാമ്പിൻ ഉറവിൽ കൂടെ, പ്രതികൂലത്തിൽ കൂടെ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ ആത്മീകാർത്ഥം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതെ, ചുറ്റുപാടുമുള്ളവർ നമ്മളെ വിഡ്ഢികളെന്നും പല വിധത്തിലുള്ള ദുഷ്പേരുകളും നമുക്കെതിരെ അനേക അനാവശ്യങ്ങളും ഒക്കെ ചൊരിഞ്ഞേക്കാം. അത് അവരുടെ കാര്യം. അത് അവർക്ക് ജന്മസിദ്ധമായോ പൈതൃകമായോ ലഭ്യമായ അവരുടേത്. കാരണം അഴുക്കാടുന്നവൻ അഴുക്കാടിക്കൊണ്ടിരിക്കും, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും നെഹമ്യാവിനെ അലട്ടിയില്ല, പിന്തിരിപ്പിച്ചില്ല. കാരണം ആരെല്ലാം എതിരായാലും, സൻബല്ലത്തും തോബിയാവും തനിക്ക് എതിരായി നിന്ന് ശക്തമായി ഏതെല്ലാം ആക്രോശങ്ങൾ, ഏതെല്ലാം യുദ്ധഭീഷണികൾ, അപവാദങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ പ്രചരിപ്പിച്ചാലും ദൈവത്തിന്റെ കൈ എനിക്കും നിങ്ങൾക്കും അനുകൂലമാണ് എങ്കിൽ, ദൈവ പൈതലേ, ഞാനും നീയും ഭാരപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ കൈ അനുകൂലമാണെങ്കിൽ, ദൈവം അനുകൂലമാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് അനുകൂലമാണെങ്കിൽ, ഈ ലോകത്തിന്റെ പ്രതികൂലം ഒരു പ്രതികൂലമാണോ? ഹല്ലേലൂയ. അതൊക്കെ ചാമ്പലാകുവാൻ എത്ര മിനിറ്റ് വേണം പ്രിയമുള്ളവരെ? അതുകൊണ്ട് ദൈവത്തിന്റെ കൈ എനിക്കും നിങ്ങൾക്കും അനുകൂലമാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറ്റെടുക്കാം. മാത്രമല്ല, രാജാവ് തന്നോട് കൽപ്പിച്ചതൊക്കെ ആ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. നമ്മളിനിയും ഇങ്ങനെ നിന്ദാപാത്രമായി ഇരിക്കരുത്. നമ്മുടെ കോട്ടകൾ, നമ്മുടെ ആലയങ്ങൾ, നമ്മുടെ പട്ടണങ്ങൾ, പട്ടണവാതിലുകൾ തീവച്ച് ചുട്ട് വെന്ത് നശിച്ചു കിടക്കുകയാണ്. നായ്ക്കൾ കയറിയിറങ്ങുന്നു, ജാതികൾ അവകാശം കൈവച്ചിരിക്കുന്നു. ഇനിയും ഈ നിലയിൽ മൗനമായിരിക്കാനാണോ? അല്ല, നാം എഴുന്നേറ്റ് പണിയണം. അതുകൊണ്ട് നാം ഇങ്ങനെ ഇരുന്നാൽ പറ്റുകയില്ല, മുന്നേറണം. അതിനുള്ള എല്ലാ അനുവാദ പത്രവും വാങ്ങി ഞാൻ വന്നു. രാജാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അവർ ഒന്നടങ്കം എഴുന്നേറ്റ് നാം എഴുന്നേറ്റ് പണിയണം എന്ന് പറഞ്ഞ് അന്യോന്യം ധൈര്യപ്പെടുത്തി. ഇത് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോയിരിക്കുന്ന ഒരു കാര്യമാണ്. അന്യോന്യം ധൈര്യപ്പെടുത്തുക. എങ്ങനെ ഒരാളെ തകർക്കാം, എങ്ങനെ ഒരാൾക്കെതിരെ എന്തെല്ലാം അപവാദങ്ങൾ കൊണ്ടുവരാം, അത് നമ്മൾ അറിയാവുന്ന ആളായിരിക്കാം, അറിയാത്ത ആളായിരിക്കാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. പക്ഷേ എന്തിനും നാം തയ്യാറാകും. അല്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. നാം അന്യോന്യം ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. പ്രത്യേകാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സന്ദർഭമാണ്. നമുക്കറിയാം, പ്രത്യേകാൽ 10th-ന്റെയും 12th-ന്റെയും അങ്ങനെ മറ്റ് മുതിർന്ന ക്ലാസ്സുകളിന്റെ ഒക്കെ
ഫൈനൽ എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ, കഴിവ്, പ്രാപ്തി എല്ലാവർക്കും ഒരുപോലെ അല്ല. അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വിധങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. അവരെ ഒരിക്കലും മറ്റു കുഞ്ഞുങ്ങളുമായി താരതമ്യം ചെയ്ത് അവരെ കുറച്ച് കാണരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ അധൈര്യപ്പെടുത്തരുത്. നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യണം? മതിമോനെ, നിന്നാലാവുന്നേ, നീ ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, യേശു അപ്പച്ചൻ നിന്നോട് കൂടെയുണ്ട്, നിനക്ക് വേണ്ടുന്ന മാർഗം തന്ന് ഉന്നത വിജയം തരുവാൻ കർത്താവ് മതിയായവനാ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞൊന്ന് ധൈര്യപ്പെടുത്തിക്കേ. നിശ്ചയമായിട്ടും അവർ ഊർജസ്വലരാകും. അവർ സടകുടഞ്ഞ് എഴുന്നേൽക്കും. ഈ വാക്കുകൾ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് രാവിലെയും വൈകുന്നേരവും പറയുക. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ നല്ല മിടുക്കികളായി എക്സാം എഴുതും, ഉന്നത വിജയം പ്രാപിക്കും. ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്നവർ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, നിങ്ങളുടെ സഭയിൽ വരുന്നവർ ചില വിഷയത്താൽ ഭാരത്തിലാണോ, വേദനയിലാണോ? അത് രോഗത്തിൻ്റെത്, ജോലിയുടേത്, വിസയുടേത്, സാമ്പത്തിക വിഷയം, കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ചില പ്രയാസങ്ങൾ, മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ, നാട്ടിൽ നിന്നോ വിദേശത്തു നിന്നോ നിങ്ങൾക്ക് ലഭിച്ച ഒരു ഫോൺ കോൾ ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, തകർന്ന അവസ്ഥയിലാണോ, ഭാരത്തിന്റെ അവസ്ഥയിലാണോ? ദൈവപൈതലേ, നിരാശപ്പെടരുത്. അവരോട് ദൈവവചനത്തിന്റെ വാക്കുകളാൽ ഉറപ്പിക്കുക. നമ്മുടെ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അടച്ചുകെട്ടി ഭയന്നിരിക്കേണ്ടവരല്ല. നമ്മൾ എഴുന്നേറ്റ് ഈ തകർന്ന് കിടക്കുന്നിടം പണിയണം. തകർക്കുവാൻ എളുപ്പമാ, ഇല്ലാതാക്കാൻ എളുപ്പമാ, ശരിയല്ലേ? ഒരാളെയോ ഒരു കുടുംബത്തെയോ ഒരു പൈതലിനെയോ ഒരു സഭയെയോ നമ്മുടെ ചില വാക്കുകൾ മതി തളർത്തുവാനും നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും. പക്ഷേ അതിനെ പണിഞ്ഞെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതിന് ദൈവത്തിന്റെ അഭിഷേകം പ്രത്യേകാൽ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വളരെ വ്യക്തമായി ഹൃദ്യമായി സംസാരിക്കുന്നു. ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും അവന്റെ ഏതുവിധ തന്ത്രങ്ങൾക്കും നവീന പദ്ധതികൾക്കും നമ്മെയോ നമ്മുടെ മക്കളെയോ അവരുടെ ഭാവിയെയോ നമ്മുടെ ജീവിതത്തെയോ തൊടുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ കൈ നമുക്ക് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന നമുക്ക് അനുകൂലമാണ്. ആ നിലയിൽ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഇതിന് നമുക്ക് ആരംഭിക്കാം. ഒപ്പം നമുക്ക് അന്യോന്യം ധൈര്യപ്പെടുത്താം. സഹോദര, സഹോദരി, മോനെ, മോളെ, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം പിൻപറ്റുന്ന ഈ ദൈവം മതിയായവനും വിശ്വസ്തനുമാണ്. ആ തമ്പുരാൻ നിന്നെ നോക്കിക്കൊള്ളും, കാത്തുകൊള്ളും. സംഭവിച്ചതൊക്കെ ഒരു ദുർസ്വപ്നം പോലെ മറന്നു കളയുക. പ്രാർത്ഥനയോടെ മുന്നേറുക. നിശ്ചയമായും ജയം ദൈവ പൈതലിനാണ്. നാം നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം മുൻപോട്ട് പഠിക്കുമ്പോൾ അതെ, ഈ ഒരു വലിയ ധൈര്യത്തോടെ അവർ ഇറങ്ങി പുറപ്പെട്ടു. അവർ പണി ചെയ്യുമ്പോൾ പോലും ഒരു കയ്യിൽ ശത്രുവിനോട് പോരാടുവാനുള്ള ആയുധവും ഒരു കയ്യിൽ പണിയായുധവും വഹിച്ചുകൊണ്ട് ജോലി ചെയ്തു. പണി ചെയ്യുമ്പോഴും ആൾക്കാർ ഇവർക്ക് സുരക്ഷിതം ഏകിക്കൊണ്ട് ജോലി ചെയ്തു. അതെ, ദൈവത്തിന്റെ കൈ അനുകൂലമായിരുന്നു. ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ വലങ്കരം അനുഗ്രഹത്തിന്റെയും
അനുകൂലത്തിന്റെയും വിടുതലത്തിന്റെയും കരമായി തീരട്ടെ. നിങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തിന്മേലും ദൈവം വിടുതലും അനുഗ്രഹവും വിമോചനവും നൽകട്ടെ. മറക്കരുത്, സൻബല്ലത്ത് നിങ്ങളുടെ ഭവനത്തിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്, കൂട്ടത്തിലുണ്ട്, കൂട്ടുകാരിലുണ്ട്. തോബിയാവ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഏത് തോബിയാവും ഏത് സൻബല്ലത്തും എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ദൈവത്തിന്റെ കൈ അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇറങ്ങി തിരിച്ച പട്ടണത്തിന്റെ പണി, വാതിലിന്റെ പണി, ആലയത്തിന്റെ പണി എന്റെ തമ്പുരാൻ പൂർത്തീകരിച്ചിരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിക്കിട്ട് വെറുതെ വിട്ടുകളയുന്നവനല്ല. നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ അതെന്തുമായിക്കൊള്ളട്ടെ, അത് കൃത്യമായി ഏത് തോബിയാവ് വന്നാലും ഏത് സൻബല്ലത്ത് വന്നാലും അത് ചെയ്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനാ. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്റെ കൃപയാൽ വഹിച്ച് കരത്താൽ നടത്തട്ടെ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയുടെ അന്തിയിലേക്ക് തമ്പുരാൻ ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. ഓരോ ദിനവും അങ്ങയിൽ നിന്നും അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും എന്നും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനായി സ്തോത്രം. അപ്പാ, അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഉള്ളിടത്തോളം കാലം, ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അവിടുന്ന് പകർന്നിരിക്കുന്നിടത്തോളം കാലം, ആരെല്ലാം ഞങ്ങൾക്ക് എതിരായി നിന്നാലും, ഏത് വലിയ ശക്തനായ തോബിയാവോ സൻബല്ലത്തോ വന്നാലും ഞങ്ങൾ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ എഴുന്നേറ്റ് പണിയുക എന്നുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ അപ്പം ഞങ്ങളെ പൂർത്തീകരണത്തിൽ എത്തിക്കുമെന്ന് നെഹമ്യാവിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, പല ഭാര പ്രയാസ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ ഇന്ന് ദൈവവചനം കേൾക്കുന്നു. അവർ അധൈര്യപ്പെടുവാനല്ല, അന്യോന്യം വചനപ്രകാരം ധൈര്യപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, എഴുന്നേറ്റ് പണിയുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ഒരു പുത്തൻ ശക്തിയോടെ, പുത്തൻ കൃപയോടെ ഞങ്ങളുടെ പ്രവർത്തന കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണെന്നും എത്ര വലിയ ശത്രു ഞങ്ങൾക്കെതിരെ വാടകോരിയാലും ആ ശത്രുവിനെ ജയിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള വലിയ ആത്മസത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ ശക്തമായ ആഹ്വാനം നമുക്ക് നൽകുകയാണ്. നമ്മുടെ ശത്രു നമ്മൾ അറിയാത്തവരോ അറിയുന്നവരോ ആരുമായിക്കൊള്ളട്ടെ, അവരെത്ര തന്ത്രശാലികളും എത്ര പ്രതാപശാലികളുമാണെങ്കിലും ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലം ആയിരിക്കുന്നിടത്തോളം കാലം ദൈവ പൈതൽ തൻ്റെ പട്ടണത്തിന്റെ പാളയത്തിന്റെ പണി തുടരുക തന്നെ ചെയ്യും. അത് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം അന്യോന്യം ധൈര്യപ്പെടുത്താം. സഹോദര, സഹോദരി, മകനെ, മകളെ, പിതാവേ, മാതാവേ, തമ്പുരാൻ നമ്മളോട് കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കെ, വിജയം നമുക്ക് സുനിശ്ചയമാണ്. അതെ, അങ്ങനെ ഒരു ജയജീവിതം നയിപ്പാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരായ എല്ലാവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ട് മനംനൊന്ത് നിരാശയിൽ സങ്കടത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ചു വായിക്കുക, വചനത്തിൽ ശക്തിപ്പെടുക, ധൈര്യപ്പെടുക. അന്യോന്യം ഇന്നത്തെ വചനം പോലെ ധൈര്യപ്പെട്ട് പ്രാർത്ഥനയോടെ മുന്നേറുക. സർവകൃപാലുവായ ദൈവം നമ്മെ അതിന് ഒരുക്കട്ടെ.
ശക്തീകരിക്കട്ടെ, തന്റെ വേലയ്ക്കായി സജ്ജമാക്കട്ടെ. കർത്താവിന്റെ ധന്യമേറിയ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.